നമ്മുടെ കയ്യിൽ നല്ലൊരു സാധനം വന്നു പെട്ടിട്ടുണ്ട്. നല്ല സുന്ദരനാ, കുഞ്ഞി കണ്ണുകളാ, സ്റ്റൈലും ശരിയാ. സുഖമില്ലാത്ത ആളാ. ഗായ്സ്, അങ്ങനെ നമ്മൾ ആ കഴിഞ്ഞ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്കകത്ത് ആ സോങ്ങിന്റെ അകത്ത് ഒരു കോഡ് ഉണ്ട്. ആ കോഡ് സെൻഡ് ചെയ്യണ ആൾക്ക് നമ്മൾ ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവനേതാ? എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ട്. വെൽക്കം വിശ്വ മ്യൂസിക്. അപ്പം ഫൈൻ മൈ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞ എപ്പിസോഡ് ഇവിടെ ഫിനിഷ് ആയിരിക്കണം. അടുത്ത എപ്പിസോഡാണ് KFC. എന്താ എന്റെ ഉദ്ദേശം? മ്യൂസിക് അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിക്കാതെയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തെറ്റുകൾ കാണും, തെറ്റ് ശരിയാവും. ശരി, ഞാൻ ഒരു വലിയൊരു പൊസിഷനിൽ എത്തുകയും ചെയ്യും. ഫസ്റ്റ് ഷോട്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോ പാട്ട് കണ്ട അതിലൊരു കോഡുണ്ട്. ആ കോഡ് എടുത്ത് വിഷുക്ക് മെസ്സേജ് അയക്കാം. അപ്പൊ നമുക്ക് KFC കിട്ടും. വിഷുയുടെ കൂടെ എടുത്ത് KFC കഴിക്കാം, പാട്ടും കാണാം. അയ്യോ, ഇതാണോ കാര്യം? പേരെന്താ? ഐഷ. ഇൻസ്റ്റാഗ്രാം എടുക്കാമോ? എടുക്കാം. ഓക്കെ. വിശ്വ മ്യൂസിക് എന്ന അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കണം. ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ. വിശ്വ മ്യൂസിക് അല്ലേ? എനിക്ക് അറിയാം. എനിക്ക് നേരത്തെ അറിയാം. വിശ്വ മ്യൂസിക് അല്ലേ ഇത്? സത്യം പറ. உங்களுக்கு தெரியும். എപ്പിടി உங்க ரீல் இன்ஸ்டால எல்லாம் பாத்துருக்கு. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. വിഷുയുടെ നല്ല ഫാനാണ്. വിഷ അല്ലേ? വിശ്വ മ്യൂസിക് അല്ലേ? ഓ, അറിയാലോ. വിശ്വ മ്യൂസിക് ആണ്. നിൽക്കൂ, ഇനിയും മുമ്പോട്ട് പോണോ? പോണം, നടക്കുക. എന്തോ ഒരു ടെക്കി എന്നെ അപവാദം പറഞ്ഞിരിക്കണു. എന്താ, തുടങ്ങാല്ലേ? ഞാൻ മ്യൂസിക് അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിക്കാതെയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തെറ്റുകൾ കാണും, തെറ്റ് ശരിയാവും. ശരി, ഞാൻ ഒരു വലിയൊരു പൊസിഷനിൽ എത്തുകയും ചെയ്യും. അവന്റെ മകനും ഇവന്റെ മകനും മറ്റവന്റെ മകനും കൂടിയല്ലേ ഉണ്ടാക്കുന്നു. ഇവിടെ എന്റേതായ സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സ്ട്രെസ്സിനിടയിൽ നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയ മെഗലോമേനിയ അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല. എന്തൊരു ഡിസിപ്ലിൻ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ.